സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ഞങ്ങളുമായി പങ്കുവെച്ച ഒരു ലേഖനത്തെക്കുറിച്ചാണ്. കേരളം നരബലിയും അന്ധവിശ്വാസത്തിന്റെ ഭീകരതയും എന്നാണ് അതിന്റെ തലക്കെട്ട്. ഈ ലേഖനത്തിൽ കേരളത്തിൽ ഈയടുത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില നരബലി സംഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വായിക്കുമ്പോൾ തന്നെ ഒരുപാട് അസ്വസ്ഥതയുണ്ടാക്കുന്ന, പക്ഷെ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. തീർച്ചയായും വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണിത്. നിങ്ങൾ തന്ന ഈ ലേഖനത്തിലെ വിവരങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതെ, എങ്ങനെയാണ് ഈ വിശ്വാസങ്ങൾ, ചിലപ്പോൾ അന്ധവിശ്വാസങ്ങൾ, മനുഷ്യരെ ഇത്ര ക്രൂരമായ കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്? ഈ ലേഖനം ചില യഥാർത്ഥ സംഭവങ്ങളിലൂടെ അത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതെ, പ്രത്യേകിച്ച് നമ്മൾ ഇത്രയധികം വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും ഒക്കെ മുന്നേറിയെന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്ത്. അതെ, കേരളത്തിൽ തന്നെ എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്നത് ഒരു വലിയ ചോദ്യമാണ്. നമുക്ക് ഈ ലേഖനത്തിലെ വിവരങ്ങളിലേക്കൊന്ന് വിശദമായി നോക്കാം. ശരി. ലേഖനം ആദ്യം തന്നെ പറയുന്നൊരു കാര്യം, ഈ പുരോഗതിയുടെയൊക്കെ ഇടയിലും സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങൾ എത്ര ആഴത്തിലുണ്ട് എന്നതാണ്. നമുക്ക് ആ കേസുകളിലേക്ക് കടക്കാമല്ലേ? അതെ, കാലക്രമത്തിൽ തന്നെ പോകാം, അതാവും നല്ലത്. ലേഖനത്തിൽ ആദ്യം പറയുന്നത് 1955 ഒരു സംഭവമാണ്. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിൽ. 1955. അവിടെ ഒരു 15 വയസ്സുള്ള കുട്ടിയെ കഴുത്തിൽ കുരുക്കിട്ട് കൊന്ന് ബലി കൊടുത്തു എന്നാണ് ലേഖനത്തിൽ പറയുന്നത്. ഓ. എന്നിട്ട് ആ മൃതദേഹം ഒരു ചാക്കിൽ കെട്ടി കൊണ്ടുപോകുമ്പോഴാണ് പോലീസ് പിടിക്കുന്നത്. ഓർക്കണം, 1955 കാലം. സ്വാതന്ത്ര്യം കിട്ടി അധികം വൈകാതെ തന്നെ അക്കാലത്തും ഇത്തരം സംഭവങ്ങൾ. അതെ. ഇനി അടുത്ത വർഷം 1956 ഗുരുവായൂർ നടന്നൊരു സംഭവം ലേഖനം പറയുന്നുണ്ട്. ഇത് കുറച്ചുകൂടി വിചിത്രമാണ്. ഗുരുവായൂരിലോ? എന്തായിരുന്നു അത്? അവിടെ ഒരു ആനയുടെ അസുഖം മാറാൻ വേണ്ടി ഒരാൾ സ്വന്തം സുഹൃത്തിനെ വെട്ടിക്കൊന്നു എന്നാണ് ലേഖനം പറയുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. സുഹൃത്തിനെയോ? ആനയുടെ അസുഖം മാറാനോ? അതെ, അതിനയാൾ കോടതിയിൽ പറഞ്ഞ കാരണം അത് ലേഖനം ഉദ്ധരിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടുന്നത്. എന്താണ് പറഞ്ഞത്? ആന വലിയ ജീവിയാണ്, മനുഷ്യൻ ചെറുതാണ്. ഇതായിരുന്നു അയാളുടെ ന്യായം. ദൈവമേ, ഒരു മനുഷ്യജീവന് ഒരു ആനയുടെ അസുഖത്തിന്റെ അത്ര പോലും വില കൽപ്പിച്ചില്ല എന്നാണോ? അതെ, ആ ചിന്താഗതി, മനുഷ്യന്റെ യുക്തിബോധം എങ്ങനെയൊക്കെയാണ് വഴിതെറ്റിപ്പോകുന്നതെന്ന് ആലോചിച്ചു നോക്കൂ. ശരിയാണ്. അടിസ്ഥാന ധാർമ്മികതയൊക്കെ അവിടെ ഇല്ലാതാവുകയാണ്. ലേഖനം ചൂണ്ടിക്കാണിക്കുന്നതുപോലെ അന്ധവിശ്വാസം ഒരു വ്യക്തിയുടെ ലോകത്തെ കാണുന്ന രീതിയെ തന്നെ മാറ്റിക്കളയും. ഇനി ലേഖനം പറയുന്നത് 1973 കൊല്ലത്ത് നടന്നൊരു സംഭവമാണ്. അതും വളരെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. 6 വയസ്സുള്ളൊരു കുട്ടി, ദേവദാസൻ എന്നായിരുന്നു പേര്. 6 വയസ്സോ? അതേ, അയൽവാസി തന്നെ ഒരു വിഗ്രഹത്തിന് മുന്നിലിട്ട് ദേവപ്രീതിക്കായി കുട്ടിയെ വെട്ടിക്കൊന്നുവെന്നാണ് ലേഖനം പറയുന്നത്. അയൽവാസിയോ? ഒരു കൊച്ചുകുഞ്ഞിനെ? എന്ത് ദൈവപ്രീതിയാണ് ഇതിലൂടെ കിട്ടുമെന്ന് അയാൾ കരുതിയിട്ടുണ്ടാവുക? അതാണ് മനസ്സിലാവാത്തത്. ഈ കേസുകളിലൊക്കെ നിസ്സഹായരായ ആളുകളാണ് ഇരകളാവുന്നതെന്നും നമ്മൾ കാണുന്നുണ്ട്. അതെ, ഈ പറഞ്ഞതൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുൻപത്തെ കാര്യങ്ങളാണ്. പക്ഷേ ലേഖനം പിന്നെ നമ്മളെ കൊണ്ടുവരുന്നത് ഇപ്പോഴത്തെ കാലത്തേക്കാണ്. ശരിയേറെ. 2020 കാലം കടന്നൊരു സംഭവം ലേഖനം വിശദീകരിക്കുന്നുണ്ട്. ഇത് നമ്മളിൽ പലരും ഓർക്കുന്നുണ്ടാവും. വലിയ വാർത്തയായതാണ്. ഓർക്കുന്നു. സ്വന്തം മകളെ. അതെ, ഒരമ്മ 6 വയസ്സുള്ള മകളെ വീട്ടിലെ കുളിമുറിയിൽ വെച്ച് കഴുത്തറുത്തു കൊന്നു. ഓർക്കുമ്പോ തന്നെ. എന്തിനാണ് ഇത് ചെയ്തതെന്ന് പോലീസ് ചോദിച്ചപ്പോൾ പറഞ്ഞത് ദൈവപ്രീതിക്ക് വേണ്ടിയാണെന്നാണ്. ലേഖനത്തിൽ അങ്ങനെയാണ് പറയുന്നത്. സ്വന്തം അമ്മ ഒരു കുഞ്ഞിന് ഏറ്റവും സുരക്ഷിതത്വം തോന്നേണ്ട ഒരിടത്ത് നിന്ന്. അതെ, ഇത് അന്ധവിശ്വാസം എന്നതിനപ്പുറം ചില മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ടോ എന്ന് ലേഖനം പരോക്ഷമായി പറയുന്നുണ്ട്. തീർച്ചയായും. പലപ്പോഴും ഈ അന്ധവിശ്വാസങ്ങൾ നിലവിലുള്ള മാനസിക പ്രശ്നങ്ങളെ കൂട്ടുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ മറ്റുള്ളവർ ചൂഷണം ചെയ്യാൻ ഇത് ഉപയോഗിക്കുകയോ ചെയ്യാം. ശരിയാണ്. ലേഖനം ഏറ്റവും ഒടുവിലായി സൂചിപ്പിക്കുന്ന സംഭവം ഇടുക്കി ജില്ലയിലെ മുണ്ടിയരുമയിലാണ്. അവിടെ വർഷം 2025 എന്നാണ് ലേഖനത്തിൽ കാണുന്നത്. 2025? അതൊരു അച്ചടിത്തെറ്റാകാനാണ് സാധ്യത, അല്ലേ? ആയിരിക്കാം. വർഷം എന്തായാലും സംഭവം വളരെ ക്രൂരമാണ്. എന്താണ് അവിടെ നടന്നത്? മിഥി കിട്ടാൻ വേണ്ടി സ്വന്തം അച്ഛനും സഹോദരിയും ചേർന്ന് ഒരു ആൺകുട്ടിയെ കൊലപ്പെടുത്തി. സ്വന്തം കുടുംബാംഗങ്ങൾ തന്നെയോ? അതെ, വായും മൂക്കും കുത്തിക്കീറിയാണ് കൊന്നതെന്നാണ് ലേഖനം പറയുന്നത്. സാമ്പത്തിക ലാഭത്തിനു വേണ്ടി സ്വന്തം രക്തത്തിലുള്ള ഒരാളെ ബലി കൊടുക്കുക. ഭയാനകം. അന്ധവിശ്വാസം മനുഷ്യനെ എത്രത്തോളം മനുഷ്യത്വമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കാമെന്നതിന് ഇത് ഭീകരമായ ഉദാഹരണമാണ്. ഈ കേസുകളെല്ലാം ഒരുമിച്ചു വെച്ച് നോക്കുമ്പോൾ ലേഖനം
ചില പൊതുവായ കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ? ഉണ്ട്. പ്രധാനമായും ഈ കൊലപാതകങ്ങളുടെ പിന്നിലെ ലക്ഷ്യങ്ങൾ ശ്രദ്ധിച്ചാൽ ദൈവപ്രീതി, രോഗം മാറണം, പിന്നെ പണമല്ലെങ്കിൽ നിധി കിട്ടണം. അതെ, വളരെ വ്യക്തിപരമായ മോഹങ്ങൾ. അതെ. ലേഖനം അടിവരയിട്ട് പറയുന്നൊരു കാര്യം, ഇത്രയൊക്കെ സാക്ഷരതയുണ്ട്, സാമൂഹിക മുന്നേറ്റമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ അന്ധവിശ്വാസങ്ങൾ ആളുകളെ എത്ര ആഴത്തിൽ സ്വാധീനിക്കുന്നു എന്നതാണ്. അതെ, ഇത് വെറും ഒറ്റപ്പെട്ട കുറ്റകൃത്യങ്ങളായി മാത്രം കാണാൻ പറ്റില്ല. സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില അപകടകരമായ ചിന്തകളുടെ സൂചന കൂടിയാണ് എന്നാണ് ലേഖകൻ പറയുന്നത്. ശരിയാണ്. ആ ഒരു സാമൂഹിക സന്ദേശമാണ് ലേഖനം മുന്നോട്ട് വയ്ക്കുന്നത്. എങ്ങനെയാണ് പുരോഗമിക്കുന്നു എന്ന് പറയുന്നൊരു സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്? അതിനുള്ള കാരണങ്ങളായി ലേഖനം ചില കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. സമൂഹത്തിനൊരു ജാഗ്രതക്കുറവുണ്ടോ അന്ധവിശ്വാസങ്ങളെയും ചിലപ്പോൾ മാനസികാരോഗ്യ പ്രശ്നങ്ങളെയും തിരിച്ചറിയുന്നതിൽ? അതെ, ലേഖനം അത് ചോദിക്കുന്നുണ്ട്. പിന്നെ മനഃശാസ്ത്രപരമായ ഇടപെടലുകൾ ആവശ്യമാണെന്നും പറയുന്നു. മറ്റെന്തൊക്കെയാണ് ലേഖനത്തിലെ പ്രധാന കണ്ടെത്തലുകൾ? ഒന്ന്, നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ, ഈ അന്ധവിശ്വാസങ്ങളെയും ചിലപ്പോൾ മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ സൂചനകളെയും ഗൗരവമായി കാണാനുള്ള ഒരു മടി സമൂഹത്തിനുണ്ടോ എന്നത്. അതായത് ഒരാൾ വിചിത്രമായി പെരുമാറുകയോ ഒറ്റപ്പെടുകയോ ചെയ്യുമ്പോൾ നമ്മളത് പലപ്പോഴും അവഗണിക്കും, അല്ലേ? അതെ, അതൊക്കെ അവരുടെ വിശ്വാസമല്ലേ എന്ന് പറഞ്ഞു മാറി നിൽക്കും. പക്ഷെ അത് ചിലപ്പോൾ വലിയ അപകടങ്ങളിലേക്ക് നയിച്ചേക്കാം. ഈ സൂചനകളെ നേരത്തെ തിരിച്ചറിഞ്ഞ് ഇടപെടാൻ കഴിയണം എന്നാണ് ലേഖനം പറയുന്നത്. ശരിയാണ്. രണ്ടാമത്തെ കാര്യമോ? രണ്ടാമത്, വിശ്വാസവും നിയമവും തമ്മിലുള്ള ഒരു അതിർവരമ്പിന്റെ കാര്യമാണ് ലേഖനം പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യക്തിയുടെ വിശ്വാസത്തെ മാനിക്കണം, ശരി തന്നെ. പക്ഷേ ആ വിശ്വാസത്തിന്റെ പേരിൽ വേറൊരാളുടെ ജീവന് ഭീഷണിയാകുമ്പോൾ അവിടെ നിയമം ഇടപെടണം, കർശനമായി തന്നെ. അതെ, ലേഖനം അത് വ്യക്തമായി പറയുന്നു. എവിടെയാണ് ഈ വിശ്വാസ സ്വാതന്ത്ര്യം അവസാനിക്കുന്നത്? എപ്പോഴാണ് അത് മറ്റൊരാളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നത്? ഈ ഒരു ബാലൻസ് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആകത്തുക എന്താണ്? നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി വിദ്യാഭ്യാസം നേടി എന്നൊക്കെ പറയുമ്പോഴും മനുഷ്യന്റെ അടിസ്ഥാന യുക്തിയെയും മനുഷ്യത്വത്തെയും ചോദ്യം ചെയ്യുന്ന അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. അതെ, അതാണ് ലേഖനം അടിവരയിട്ട് പറയുന്നത്. ഒരു വശത്ത് നമ്മൾ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒക്കെ ഉപയോഗിക്കുന്നു, മറുവശത്ത് നിധി കിട്ടാനും അസുഖം മാറാനും മനുഷ്യനെ കൊല്ലുന്നു. ഈ വൈരുദ്ധ്യം ഇത് കാണുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും, നമ്മുടെ സമൂഹത്തെക്കുറിച്ച് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് ശരിയാണോ എന്ന്. തീർച്ചയായും. ഇത് വെറും കുറ്റകൃത്യങ്ങളുടെ കണക്കല്ല. ലേഖനം സൂചിപ്പിക്കുന്നത് പോലെ ഈ അന്ധവിശ്വാസങ്ങൾക്ക് സമൂഹത്തിൽ ഇപ്പോഴും ഒരു സ്വീകാര്യത കിട്ടുന്നുണ്ടോ? അതിനെ ചോദ്യം ചെയ്യാനൊരു മടിയുണ്ടോ? ചിലരുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ മറ്റുള്ളവർ മുതലെടുക്കുന്നുണ്ടോ? അതെ, ഇതെല്ലാം ഇത്തരം ദുരന്തങ്ങൾക്ക് ഒരു വളക്കൂറുള്ള മണ്ണായി മാറുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ലേഖനം ഇതിന്റെ പല ഭാഗങ്ങളെയും തൊട്ടുപോകുന്നുണ്ട്. വിദ്യാഭ്യാസം കിട്ടിയതുകൊണ്ട് മാത്രം ഒരാൾ അന്ധവിശ്വാസം ഉപേക്ഷിക്കണമെന്നില്ല എന്നൊരു യാഥാർത്ഥ്യവും ഇതിലുണ്ടല്ലേ? ശരിയാണ്. പുസ്തകത്തിലെ അറിവ് മാത്രം പോരാ. വിമർശനാത്മകമായി ചിന്തിക്കാനും യുക്തി ഉപയോഗിക്കാനും മറ്റുള്ളവരോട് ഒരു സഹാനുഭൂതി കാണിക്കാനുമുള്ള കഴിവ്, അതും കൂടി പ്രധാനമാണ്. ഈ സംഭവങ്ങൾ നമ്മളെ അതാണ് ഓർമ്മിപ്പിക്കുന്നത്. അതോടൊപ്പം നിയമസംവിധാനത്തിന്റെ പങ്കും വളരെ വലുതാണ്. വളരെ നിർണായകം. ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ഏറ്റവും കടുത്ത ശിക്ഷ കിട്ടണം. അത് സമൂഹത്തിനൊരു സന്ദേശമാണ്. അതിനപ്പുറം ഈ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നവർ, ആളുകളുടെ നിസ്സഹായതയെ ചൂഷണം ചെയ്യുന്നവർ, അതെ, അങ്ങനെയുള്ളവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യം ലേഖനം പരോക്ഷമായി പറയുന്നുണ്ട്. വീണ്ടും ആ വിശ്വാസവും നിയമവും തമ്മിലുള്ള ഒരു സംഘർഷം വരുന്നുണ്ട്. ഉദാഹരണത്തിന്, മൃഗബലിയൊക്കെ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ മനുഷ്യബലി നടക്കുമ്പോൾ അത് കൊലപാതകമെന്നതിനപ്പുറം അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക കുറ്റമായി കണ്ട് കൂടുതൽ കർശനമായ നടപടികൾ വേണോ എന്നൊക്കെയുള്ള ചർച്ചകൾ വരാം. ശരിയാണ്. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചത് കേരളത്തിൽ നടന്ന നമ്മയെല്ലാം ശരിക്കും ഞെട്ടിച്ച ചില നരബലി സംഭവങ്ങളെക്കുറിച്ചും അതിനു പിന്നിലെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ചുമാണ്. നിങ്ങൾ തന്ന ഈ ലേഖനത്തെ അടിസ്ഥാനമാക്കി നമ്മൾ സംസാരിച്ചു. ഇതിന്റെ ഭീകരതയും ഇതിനെതിരെ ബോധവൽക്കരണവും നിയമ നടപടിയും എത്രത്തോളം ആവശ്യമാണെന്നും നമ്മൾ കണ്ടു. അതെ, ഓർക്കേണ്ടത് ഇതൊന്നും പണ്ടെങ്ങോ നടന്ന കഥകളല്ല.
നമ്മുടെ തൊട്ടടുത്ത് ഈ അടുത്ത കാലത്ത് നടന്ന യാഥാർത്ഥ്യങ്ങളാണ്. അത് നമ്മളെ കൂടുതൽ ജാഗ്രതയുള്ളവരാക്കണം. ഈ ലേഖനം നമ്മളെ ഒരു അടിസ്ഥാന ചോദ്യത്തിലേക്ക് വീണ്ടും എത്തിക്കുന്നുണ്ട്. വ്യക്തിയുടെ വിശ്വാസത്തെ ഒരു പരിധിവരെ ബഹുമാനിക്കാം, പക്ഷേ എവിടെയാണ് സമൂഹം ഒരു വര വരയ്ക്കേണ്ടത്? എപ്പോഴാണ് ഒരു വിശ്വാസം മറ്റൊരാളുടെ ജീവൻ തന്നെ ഭീഷണിയാവുന്നത്? അതെ, ആ ഘട്ടത്തിൽ ഒരു സമൂഹമെന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? വ്യക്തിയുടെ സ്വാതന്ത്ര്യവും സമൂഹത്തിന്റെ സുരക്ഷയും തമ്മിലുള്ള ആ ഒരു ബാലൻസ് അതെപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം, ഉറപ്പുവരുത്തണം. അതാണ് ലേഖനം ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ നൽകിയ ഈ ലേഖനത്തിലെ വിവരങ്ങളിലൂടെ നമ്മൾ നടത്തിയ ഈയൊരു അന്വേഷണത്തിൽ പങ്കുചേർന്നതിന് നന്ദി. നന്ദി. ഇതിലെ കാര്യങ്ങൾ തുടർന്നും ചിന്തിക്കാനും നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഇത് നിങ്ങളെ സഹായിച്ചു എന്ന് കരുതുന്നു. പോകുന്നതിനു മുൻപൊരു ചിന്ത കൂടി. ഈ ലേഖനത്തിൽ നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഇത്തരം അന്ധവിശ്വാസങ്ങളെയും അതുണ്ടാക്കുന്ന ഒരു പേടിയെയും ഒക്കെ മുതലെടുത്ത് വലിയ ബിസിനസ് നടത്തുന്ന ആളുകളും നമുക്കിടയിലില്ലേ? ആ, ശരിയാണ്. പലതരത്തിലുള്ള പൂജകളും രോഗശാന്തി ശുശ്രൂഷകളുമൊക്കെ. അതെ, അതിൻ്റെയൊക്കെ പിന്നിലുള്ള സാമ്പത്തിക താൽപ്പര്യങ്ങൾ, അതിനെക്കുറിച്ചും നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ? എന്തായാലും ആ ചിന്ത നിങ്ങളോടൊപ്പം താക്കും. വീണ്ടും കാണാം.